ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനപ്പോൾ ഇവിടെ ലക്നൗവിലെത്തിയിട്ടുണ്ട്. എനിക്കിനിയിപ്പം ഇവിടെ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകണം, വാരണാസി. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ വാരണാസിയാണ്. പിന്നെ വാരണാസിയിൽ ചെന്നിട്ട് ഇന്നവിടെ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നാളെയാണ് വാരണാസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം എനിക്ക് അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കാനുണ്ട്. അതായത് മൊബൈലിൻ്റെ ഒരു കവർ മേടിക്കണം, ഒരു പവർ ബാങ്ക് അത്യാവശ്യമായിട്ട് മേടിക്കണം, പിന്നെ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങൾ, സോപ്പ്, പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് യൂബർ എടുക്കണോ അതോ എങ്ങനെ പോകണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ സെറ്റാക്കിയിട്ട് നോക്കട്ടെ. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, മനസ്സിലായ? ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ റെക്കോർഡൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയത് കാരണം നമുക്കിങ്ങനെ ഒരു ചമ്മലുണ്ട്. ഞാനിപ്പോൾ അതിങ്ങനെ ഒരു ശ്രദ്ധിക്കാറില്ല, മനസ്സിലായ? ആരെന്ത് നോക്കിയാലും നമുക്കിപ്പോൾ എന്താണെന്നുള്ളൊരു മൂഡിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായ? അങ്ങനത്തെ ഒരു സാധനം കവർ ആവണം. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു ഫുൾ സ്ട്രെച്ചിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്ത് കാര്യത്തിനും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകും. നമ്മളെന്ത് കാര്യം നമ്മൾ ചെയ്തു വരുമ്പോഴൊരു പർട്ടിക്കുലർ ഒരു പോയിന്റിൽ എത്തിയിട്ട് അതിങ്ങനെ ഹിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. പക്ഷെ അത് അങ്ങനെ ഹിറ്റ് ചെയ്ത് നിൽക്കരുത്. അത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ്. അപ്പോൾ ആ ഒരു സക്സസ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ യൂബർ വർക്ക് ചെയ്യുന്നില്ല. മറ്റേ UK യൂബറാണ് സെറ്റായിരിക്കുന്നത്. യൂബർ വർക്ക് ചെയ്യുന്നില്ല. ഓല എന്ന് പറഞ്ഞ ആപ്പിലൊന്നും സംഭവം പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണ്ടടങ്ങായിട്ട് അവിടെ അവന്മാരോട് ചോദിച്ചപ്പോൾ അവന്മാർക്ക് 1000 രൂപയൊക്കെ പറയണേ. നമുക്ക് നടപ്പോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം എത്ര വലിയ തിരക്ക് വന്നാലും അതിൻ്റെ ഒരു മൂഡിലെടുക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അത് കാരണം സീനില്ല. കുറച്ച് മീറ്റർ കടന്നാലും മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ പിടിക്കുന്നു, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നു, തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, വാരണാസിക്ക് ട്രെയിൻ പിടിക്കുന്നു. ട്രെയിൻ റൈറ്റ് ടൈമിലാണെന്നാണ് ഇതുവരെ സ്റ്റാറ്റസൊക്കെ പറയുന്നത്. അപ്പം ഈ ട്രെയിൻ പിടിക്കണം. ഓക്കെ.